ഇപ്പോൾ പല രക്ഷിതാക്കളും പറയുന്നൊരു കാര്യമാണ്, മക്കൾ പഠിക്കുന്നില്ല, പഠിച്ചിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്ന്. എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രായോഗികമാക്കിയൊരു വിദ്യാഭ്യാസ രീതിയാണ്. അതൊരു ഗുരുകുല വിദ്യാഭ്യാസം പോലെയായിരുന്നു. കൂടെ കൊണ്ടു നടന്ന് എല്ലാം പഠിപ്പിക്കുക. അവന് പശുവിനെ കറക്കാൻ അറിയാം, ചാണകം പഠിക്കാൻ അറിയാം, മുയലിനെ വളർത്താൻ അറിയാം, മത്സ്യകൃഷി അറിയാം, തേങ്ങ പതിക്കാൻ അറിയാം, തേങ്ങ ഇടാൻ അറിയാം, ഡ്രൈവിംഗ് അറിയാം, ജീവിക്കാനുള്ളതെല്ലാം കൂടെ നടന്നവൻ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും തമിഴും കന്നഡയും കണക്കും ഫിസിക്സും സയൻസും സോഷ്യലും എല്ലാം അങ്ങനെ കിട്ടിയതാണ്. നിർബന്ധപ്രകാരം ഞാൻ ഒന്നും അവനെ പഠിപ്പിച്ചിട്ടില്ല. അതവൻ പഠിക്കുകയല്ലായിരുന്നു. എ എഴുത അപ്പൂസ എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, ബി എൻ്റെ ഷേപ്പ് ഇഷ്ടമല്ല, സി അങ്ങനെ എൻ്റെ കൈവിരൽ വരില്ല, ഡി അത് വേണ്ട, അങ്ങനെ സെഡ് വരെ ഓരോരോ കാരണങ്ങൾ പറയായിരുന്നു അല്ലേ. 7ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും സുമേഷ് സാറാ ചോദിച്ചേ 2 × 2 ഈ 2 എത്രയാന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്നാണ് പുള്ളി ഗുണനപ്പട്ടിക പഠിച്ചത് അല്ലേ. അപ്പൊ വേണമെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാം, വ്യത്യസ്തമായ രീതിയിൽ എന്തും പഠിക്കാം. അപ്പൊ വേണമെന്ന് വെക്കണം, അത് അവനവൻ തന്നെ തീരുമാനിക്കണം. അത് ഉപദേശിച്ചിട്ടോ നിർബന്ധിച്ചിട്ടോ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ നിനക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ ഞാൻ നിനക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ കൂടുതൽ കൊടുക്കണം കേട്ടോ. അപ്പൂസിനെ നീന്തൽ പഠിപ്പിച്ചത് വെള്ളത്തിലേക്ക് എടുത്തിടും. അപ്പൊ എൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, അത് മുങ്ങിച്ചാവാനാണോ എന്ന്. 2-3 പ്രാവശ്യം മുങ്ങിപ്പോയപ്പോൾ ഞാൻ പിടിച്ചു. 3ാമത്തെ പ്രാവശ്യം അവൻ തുഴഞ്ഞു നിൽക്കാൻ പഠിച്ചു അല്ലേ. ഇപ്പൊ അത്യാവശ്യം ചെറിയ വെള്ളത്തിലൊക്കെ നീന്തി കയറൂല്ലേ. വലുതും കോൺഫിഡൻസ്